സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. ബഹുമാന്യനായ ശ്രീ KV ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. പത്തനാപുരത്തെ വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പരിഹസിച്ച മന്ത്രി KB ഗണേഷ് കുമാർ സുരേഷ് കൊടുത്ത പോലെ ചില സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ സമ്മാനങ്ങൾ അച്ഛൻ ചോദിക്കുന്ന എല്ലാ സമ്മാനവും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇനിയും സമ്മാനങ്ങൾ കൊടുക്കും എന്നറിയിച്ചുകൊണ്ട് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എന്താണ് സമ്മാനം കൊടുക്കുന്നത് പറഞ്ഞില്ല. സുരേഷ് എന്തോ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു. ബസ്സല്ല എന്ന് സുരേഷ് തന്നെ പറഞ്ഞു. വേറെ എന്തോ സമ്മാനമുണ്ട്. അത് പോകുന്നതിന് മുമ്പ് ചോദിച്ചു മനസ്സിലാക്കണം എന്താണ് ഇയാളിപ്പോ ചെല്ല്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോവൂ, കണ്ടിട്ടേ പോവൂ. പെട്രോളിയം മന്ത്രി കോളേജിൽ കൊടുത്ത സമ്മാനം എന്താണ് എന്നാണ് എനിക്ക് തോന്നുന്നു. ബസിന്റെ ഡീസൽ ഫ്രീ ആക്കി കൊടുത്തോ എന്നൊരു സംശയമുണ്ട്. എന്ത് ചെയ്യുന്ന കോമഡിയാണ്. പെട്രോളിയം മന്ത്രി എന്നല്ല അദ്ദേഹം കോളേജിന് കൊടുക്കാൻ അതേ പറ്റുള്ളൂ. അച്ചായോ വേണ്ട വേണ്ട, ഒരു തമാശ പറഞ്ഞല്ലേ. തീർച്ചയായിട്ടും ഞങ്ങൾ തമ്മിൽ പറയുമ്പോഴെല്ലാം തമാശയാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹമായിട്ടോ. പലർക്കും തെറ്റിദ്ധാരണ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. അത് വേറെ കാര്യം. സമാധാനം സന്തോഷമൊക്കെ പാട് നിങ്ങൾ എന്ത് വെറുപ്പിക്കലാണ്. സുരേഷും നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. സുരേഷിനോട് നന്ദി പറയുന്നു. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനൊരു വേദിയും എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നതെങ്കിലും ബഹുമാന്യനായ ശ്രീ KV ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല പത്തനാപുരത്ത് വരുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പത്തനാപുരത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ. ഞാൻ പത്തനാപുരത്ത് വന്നത് ഗണേഷ് കുമാർ എന്തായാലും ഓർക്കണം. കാരണം അദ്ദേഹം ആദ്യം ഇലക്ഷന് നിന്ന സമയത്ത് ഏതാണ്ട് 4-5 വേദികളിൽ അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടുള്ളത് സ്നേഹപുരസരം ഓർക്കം. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഞാൻ വന്ന വേദിയിൽ നട്ടുച്ചയ്ക്ക് റോഡ് സൈഡില് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് ഉമ്മൻചാണ്ടി സാറും വന്ന അതേ വേദിയിൽ വന്ന് വോട്ട് അഭ്യർത്ഥിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്, പരമാർത്ഥമാണ്. രണ്ടാമത്തെ തവണ നിൽക്കുമ്പോഴും ഞാൻ വന്ന് ഗണേശനുമായിട്ട് ഗണേശന്റെ എന്റെ ഫ്രണ്ടാ, വളരെ പ്രകാശൻ ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഓഫീസ് ഉൾക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ നിന്ന്, അതും ഏതാണ്ട് നട്ടുച്ച സമയത്താണ്, ഒരു ഓപ്പൺ ജീപ്പിൽ കയറി നിന്ന് റോഡ് ഷോയ്ക്ക് പോയതും ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ കൊടുത്തു എന്ന് പറയുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ബസ്സും എയറോപ്ലെയിനും ഒന്നുമല്ല. പെട്രോളും ഡീസലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് ഗണേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊടുക്കും, പിന്നെ ഞാൻ പത്തനാപുരം എടുക്കും എന്നുകൂടി പറയേണ്ടി വരും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?